തുടങ്ങിയേ, പുതിയൊരു സൈറ്റ് തുടങ്ങി. ഇനി മുകളിലേക്ക് കയറണം. മുകളിലൊരു കള ഈ തിട്ടിടിച്ച ഒരു വഴിയാക്കി അങ്ങോട്ട് കയറുക. ഓക്കെ, പണിത സൈറ്റിലെ മണ്ണ് ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് തിട്ടൊന്നുമല്ല, ഇത് മുകളിൽ നിന്ന് വലിച്ചിട്ട മണ്ണാ. ഈ മണ്ണെ കൂടെ വേണം കയറാൻ. അവിടെ ചെന്നിട്ട് ഏറ്റവും മുകളിൽ ചെന്നിട്ട് വേണം, ഈ തിട്ടിൻ്റെ അവിടെ ചെന്നിട്ട് വേണം മുകളിലേക്ക് കയറാനുള്ള വഴി ആക്കാൻ. മഴ പെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിച്ച് റിസ്കാ. ഇവിടെ മോളിൽ കയറി പണി തുടങ്ങി. ഇവിടെ കാടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. മനുഷ്യനിറങ്ങിയ കാടുമില്ലാത്ത ഒത്തിരി കാടാണ്. ഈ കാട് മൊത്തം തെളിച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് കളയ്ക്കാൻ. കാട് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം കംപ്ലീറ്റ് കമ്പ് എന്നാന്ന് വെച്ചാൽ മരം വെട്ടിയ കമ്പും ചെറിയ ചെറിയ മരങ്ങളും എല്ലാം വെട്ടി അവിടെ ഇട്ടേക്കുക. അതിൻ്റെ എല്ലാം ഉണങ്ങിയ കമ്പുകളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ റബ്ബർ വെട്ടിയ കമ്പും ചപ്പും എല്ലാം ഉണ്ട്. എല്ലാം ഒതുക്കി വേണം ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. ഇച്ചിരി ടാസ്ക്കാണ് ഇന്ന്. ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി കേട്ടോ. കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ലോങ് വീഡിയോ ഇടാത്ത, വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയതാണ്. ഇത്രയും ഭാഗത്ത് കംപ്ലീറ്റ് കിളച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഇതുണ്ട് കാട് കണ്ടോ, മുകളിലേക്ക് നോക്കിയാൽ കാണാം. ഇനി ഇത് ഇങ്ങോട്ട് കയറണം. ഈ കാട് മൊത്തം പറിച്ച് ഇവിടെ ഇതുപോലെ ഇനി ആക്കണം. ഇത് റബ്ബർ വെട്ടിപ്പോയിട്ട് കുറേ ആയതാ. അത് കാരണം ഇത് മൊത്തം കാട് കയറി. ഈ റബ്ബറിൻ്റെ കമ്പും അതിൻ്റെ മുകളിൽ കാടോടെ കയറി ആ കുളമായിട്ട് കിടക്കും. ഇത് വേണം ഇനി ലെവൽ ചെയ്ത് തീർക്കാം. ഇതേണ്ട കുറച്ച് സ്ഥലമുണ്ട്, മുകളിലേക്കുണ്ട്. മുകളിന് താഴോട്ടിറങ്ങാൻ ഇവിടുന്ന് കിളച്ച് മുകളിലേക്ക് കയറി പോവാം. അയ്യോ, അപ്പം കുറേ ആൾ കൂടി പണി കിട്ടിയതല്ലേ. ഇപ്പം എന്താണേലും ചെയ്യണം, അല്ലേലും ചെയ്യേണ്ടി വരും. ഏതായാലും ബാക്കി ചെയ്യാം. ഇവിടെ ഈ കാടും കമ്പും ഒക്കെ ഉണ്ട്. കമ്പാണ് പക്ഷെ ഈ കമ്പാ ഇവിടുത്തെ വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ ഈ കമ്പ് ഇതിൻ്റെ അടിയെല്ലാം കയറി വല്ല ഓസല വല്ലതും തട്ടി പോകുന്നൊരു പേടിയാ. ഇപ്പം നോക്കിയും കണ്ടും പറഞ്ഞില്ലേ പണി നിറച്ച് കമ്പ് പോലുവാ. ഈ താഴെ ഇച്ചിരി ചെരിവുണ്ട് കേട്ടോ. ചെറിയ ചെരുവാ. കമ്പ് മാറ്റിയില്ലേ പണിയാ. അതുപോലെ ഈ കാപ്പിക്കുറ്റി അങ്ങനെയുള്ള കാപ്പിയൊക്കെ ഉണ്ട്, അത് പറിച്ചിട്ട് കയറി പോകണം. അല്ലെങ്കിൽ അത് മാറ്റണം പറിച്ചിട്ട്. അല്ലെങ്കിൽ ഇത് കറങ്ങി ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഫാനിൻ്റെ ഇടയിലോട്ടൊക്കെ കയറും. അങ്ങനെ റിസ്ക് ഉണ്ട് ഇവിടെ. ഞാൻ ഇതുപോലെ ആദ്യം ഇതുപോലെ കമ്പും കാടും എല്ലാം പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കിളച്ച് പോരും വെച്ച്. വെറുതെ വെച്ച് പണിയാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നോക്കിയും കണ്ടും പണിയേണ്ട കേസാണ്. ഒരു മരം പോലും വേണ്ട, എല്ലാ മരവും മറിച്ച് കളയോ. ഈ സൈഡ് പിന്നെ കുഴപ്പമില്ല. ഈ സൈഡിൽ അതിലുണ്ട്. ഈ അതിലേക്ക് മരം എല്ലാം മറിച്ചിടുക. മുകളിലേക്ക് ചെല്ലുമ്പം എന്നാവുമെന്ന് അറിയത്തില്ല. പ്രദേശം ഇവിടെ തീർത്തിത് ഇവിടെ വരെ എത്തി. ഇനി ഇവിടുന്ന് ഈ വഴിക്ക് മുകളിലേക്ക് കയറി ഓരോ തൊട്ടേ കിളച്ച് മുകളിലേക്ക് കയറി പോകും. ഇടപാട് വരുന്നു. ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. മാത്രമല്ല കുറേ ആയില്ലേ. അതിന് ബാക്കിയോടെ തീർക്കട്ടെ. അങ്ങനെ ഈ താഴത്തെ ഏരിയ കംപ്ലീറ്റ് തീർന്നു. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. കിളയാണ് ഞാൻ പിന്നെ എപ്പോഴും കാണിക്കാത്തത്. ഒന്നാമത് മോറടി അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരം കാണിക്കുന്നതന്നെ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബോറടി ആവും.
ഒച്ചപ്പാടില്ല, ഇപ്പം വ്യൂ ഒക്കെ കുറഞ്ഞു. ചാലിപ്പം കീഴോട്ടാവും കൊണ്ടിരിക്കും. ഇവിടുത്തെ കാട് കംപ്ലീറ്റ് കുറച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണമെന്ന് ആലോചിക്കാം. രണ്ടിടത്ത് പോയാലും കാടാം. മുതുകാട് ഏതായാലും അങ്ങോട്ട് പോവാം. അവിടുന്ന് വെയിലടിക്കുന്നത്. വെയിലില്ലാത്ത പോലെ നോക്കിപ്പോ ഇങ്ങോട്ട് പോകാനും വെയിൽ കുറവാണ്. അങ്ങോട്ട് പോയ കുഴിയായി. ഇപ്പൊ ഇനി ഇവിടെ ചെയ്യാം. ഇവിടെ എങ്ങനെയാന്ന് നോക്കട്ടെ. അല്ല, അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ കുഴിയിലോട്ട് ഇറങ്ങണം. ഇനിയിപ്പം പോയി കുഴിയിൽ ഇറങ്ങാൻ ഒരു മടി. അങ്ങനെ ഈ ഭാഗം പകുതി തീർന്നു. ബാക്കി ഇപ്പൊ നിർത്താൻ സമയമായി. നിർത്തുക. ബാക്കി നാളെ വല്ലതും ചെയ്യാം. എന്നാലും തീരത്തില്ല. ഇവിടെ ഭയങ്കര കാടായിരുന്നു. താഴത്തേക്കാളും കാട് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരുന്നു തോന്നുന്നു. അതെല്ലാം പറിച്ച് അവിടെ ആയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. കത്തിക്കാന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. നാളെ വന്ന് ചോദിച്ചിട്ട് നീട്ടാ മതിയോന്ന് ചോദിച്ചിട്ട് ബാക്കി അല്ലേ കുഴിച്ചും പോകും. ഇവിടുന്ന് നടാനാണേല് ഈ പുല്ല് മൊത്തം കത്തിക്കണ്ടേ. പുല്ല് മൊത്തം കത്തിച്ച് വാരിക്കൂട്ടി കത്തിച്ച് അതുപോലെ ഇതിനകത്ത് ഈ പുല്ലിനകത്തൊക്കെ മണ്ണും കയറിയിട്ടുണ്ട്. മൊത്തം കത്താനും ചാൻസ് കുറവാണ്. കസ്റ്റമർ പറഞ്ഞ സൈഡിൽ എങ്ങനെയും കൂട്ടിയിട്ടാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇത് മനസ്സിലാവുമല്ലോ. കൂട്ടിയിടുമ്പോൾ കറക്റ്റ് നമ്മൾ സാധാരണ കൈകൊണ്ട് പുല്ല് വലിക്കുന്നതല്ലല്ലോ. JCB കൊണ്ട് ഇത് വലിക്കുമ്പോഴത്തേക്ക് മണ്ണ് കയറും. ഒരു 70%, 80%, ഒരു 50% മണ്ണ് കയറും. പിന്നെ ഇത് കത്തിക്കാൻ എടുക്കണമെങ്കിൽ ഇത് മൊത്തം കുടഞ്ഞ് എടുത്തിട്ട് വേണം കത്തിക്കാൻ. അവർക്ക് ഇച്ചിരി പണി കൂടുതൽ വരും. അതിലും നല്ലത് ഇതെല്ലാം വലിച്ചു കൂട്ടി കുറച്ച് കുഴിച്ചു മുന്നിടുവാണേലും പണി കുറച്ച് കുറയും. അപ്പൊ നാളെ എങ്ങനെയാന്ന് ആലോചിച്ചിട്ട് ചോദിച്ചിട്ട് ചെയ്യാം. രാവിലെ വന്ന് പണി തുടങ്ങുക. താഴെ ഇപ്പം 2 തട്ട് പരിപാടി തീർത്തു കേട്ടോ. ഇപ്പൊ ഇവിടെ എത്താൻ കാണത്തില്ല. കംപ്ലീറ്റ് കാടാ. കാട് കാരണം ഒരു അഡ്രസ്സും ഇല്ല. ഇപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് പണി തുടങ്ങാം. അങ്ങനെ ഇവിടുന്ന് ഒരു ഇത്ര ഭാഗം തീർത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടാ കയറാനുള്ളത്. ഇവിടെയോ അതോ ഇവിടെയോ എങ്ങോട്ട് വേണേലും പോലെ. എങ്ങോട്ട് പോയാലും കാടാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. അതായിരിക്കും നല്ലത്. അപ്പോൾ അവിടുന്ന് വെയിലടിക്കുമോ. രാവിലെ തന്നെ വെയിലടിച്ച് ക്ഷീണിക്കണ്ടല്ലോ. ഈ സൈഡ് കയറി അങ്ങ് പോവാം. ഓക്കെ. ഇവിടെ കാടിനൊരു കുറവില്ല കേട്ടോ. അമ്മാതിരി കാടാ. കാടില്ലായിരുന്നു പടപടയെന്ന് പരിപാടി വരുന്നത്. നല്ല മണ്ണ, നല്ല ഇളക്കമുള്ള മണ്ണ. കാടുള്ളതുകൊണ്ട് ഈ കാട് പറിച്ചിട്ട് ലെവൽ ചെയ്യുമ്പോഴാണ് പാട്. ഇന്നലെ വൈകുന്നേരം വന്ന് ഞാൻ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ പറഞ്ഞിട്ടാ പോയി. ഇന്നലെ ചെയ്തൊരു സൈറ്റില് പണി നേരത്തെ കഴിഞ്ഞു. അന്നേരം ഇവിടെ വന്നു കുറച്ചു നേരം വന്ന് വളർന്നു. വണ്ടി ഇവിടെ കയറ്റി വിട്ടു. അതുകൊണ്ട് വണ്ടി കയറുന്ന വഴി ഭയങ്കര കയറ്റമാണ്. വലിഞ്ഞു കയറി വരുന്നില്ല. ഓടിക്കയറത്തൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം വന്ന് വണ്ടി കയറ്റിയിട്ടിട്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടാവും. അവിടെ ഒരു പനയുണ്ട്. ഈ പന വേറെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. അല്ല എവിടെ കിടന്ന അവർക്ക് ശല്യമായിരിക്കും.
പുല്ല് പറിക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് തള്ളിത്തള്ളി പോവാണ്. അങ്ങ് അറ്റത്ത് അതിനെ കൊണ്ടുപോകാം. ഈ സാധനം ഇവിടെ കിടന്നാൽ ഇവരെങ്ങനെ മാറ്റി? ഇവിടെ കംപ്ലീറ്റ് കാടെല്ലാം പറിച്ചു. ഇനി ഇത് ഇങ്ങോട്ട് കയറുക. ഇങ്ങോട്ട് കയറി താഴെ ഒരു കയ്യാലുണ്ട്, അവിടെ കിളച്ച് ഇങ്ങോട്ട് കയറി വരാം. അല്ല പിന്നെ മോളിൽ നിന്ന് ഇറങ്ങുന്നതിൽ നല്ലത് ഇതിലെ ഇറങ്ങി കയറി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും അങ്ങനെ ചെയ്യാം. ഓക്കെ. ഈ ചെടിയല്ലേ ചുമന്ന് കണ്ടോളെ. ഈ സാധനം പറമ്പിൽ കയറിയ ഒരു കാരണവശാലും പോകത്തില്ല. ഇത് മരുന്നടിച്ചാലും പോകത്തില്ല, ഇത് കരിഞ്ഞും പോകത്തില്ല. ആ നമ്മുടെ നമ്മുടെ എന്നല്ല, ഈ പറമ്പിൽ ഈ സാധനം വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇനി നോക്കണ്ട കേട്ടോ. അമ്മായി സാധനം ഇത് പറിച്ചാലും കിട്ടുന്നത്. ഇത് ഒഴിഞ്ഞ് പോവുക. ഇത് വന്നു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോ ഇവിടുന്ന് താഴേക്ക് ഇറക്കുക. ഇവിടെ ആ മറ്റേ സാധനം കേട്ടോ. ഇത് മൊത്തം പറിച്ച് താഴേക്ക് കൂട്ടണം. ഇത് പറിച്ചാലും മറ്റേ ചെടികൾ പറിച്ചു തരുത്താലും പറിച്ചു തരത്തില്ല. ഇത് പറിക്കുമ്പോഴേ തന്നെ ഒടിഞ്ഞു പോയി സാധനം. എന്നിട്ട് അതിന്റെ ബാക്കി അവിടെ കിടക്കും. ഇത് അടുത്ത പ്രാവശ്യം പിന്നെയും കാണാതിരിക്കും ഇവിടെ. അങ്ങനെ ഈ ഭാഗം തീർത്ത് കേട്ടോ. ഇവിടുത്തെ കംപ്ലീറ്റ് എല്ലാം പുല്ലെല്ലാം പറിച്ച് കളഞ്ഞ് കറക്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് പോകണം. ഇനി അവിടെ കിളച്ച് മുകളിലേക്ക് കയറാം. എവിടിച്ച് ടാസ്ക് ആയിരുന്നു. ഇത് കുഴിയായിരുന്നു. കുഴി മാത്രമല്ലായിരുന്നു, ഈ ചപ്പലാണ് കൂടി കിടന്നിട്ടേ ആകെ വണ്ടി കയറാനും ഇറങ്ങാനും ഭയങ്കര പാടായിരുന്നു. അതിന് ചെറിയ തിട്ടൊക്കെ ഉള്ളൂ. എന്നാലും ഇവിടെ വരെ ഒന്ന് കയറി എത്തിപ്പെടാൻ വലിയ പാടായിരുന്നു. പിന്നെ ഇവിടെ ഇനി ഇച്ചിരി മരങ്ങളൊക്കെ ഉണ്ട്. ആ മരങ്ങളൊക്കെ സൈഡ് കിളച്ച് കിളച്ച് അങ്ങോട്ട് പോകാം. ഇവിടെ ഇനി കുറച്ച് കയറിയുള്ളൂ. ഇത് ഇനി അപ്പുറത്തേക്ക് വേണം പോകാൻ. ഈ സമയം ഇപ്പം 10 മണി കഴിഞ്ഞ് 10:30 ചായ കുടിച്ചിട്ട് പതുക്കെ തുടങ്ങാം. ഓക്കെ. ഇപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഗ്രീസ് അടിച്ചിട്ട് തുടങ്ങാം. ഗ്രീസ് അടിക്കാൻ പൊക്കി ചെയ്യുക. ഗ്രീസ് അടിച്ചിട്ട് ഇനി ബാക്കി പരിപാടി. ഇപ്പം ചായ കുടിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇനി ഒന്നും നോക്കാമില്ല. ഇന്ന് ഇനി വെറുതെ കളച്ചു വിട്ടാൽ മതി. കുറച്ച് ഏറിയ കംപ്ലീറ്റ് കാടെല്ലാം മാറ്റി. ഇന്നൊരു സാധനം വരും. ആ സാധനം എനിക്ക് 10 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞു. 10:30 കഴിഞ്ഞു. ഒരു പാഴ്സൽ വരാറുണ്ട്. ഞാൻ വരുമ്പോൾ കാണിക്കാം. ഇതുവരെ വിളിച്ചില്ല. ഇപ്പോൾ വിളിക്കുമായിരിക്കും. അങ്ങനെ 3ാമത്തെ തൊട്ടയും തീർത്ത് കഴിഞ്ഞു. അയ്യോ അമ്മാതിരി പണിയായിരുന്നു ഇവിടെ. അയ്യോ പുല്ല് പറിച്ച് ഇട്ടപ്പാട്ട് തീർന്നു. മൊത്തം അങ്ങ് സൈഡിലോട്ട് കൊണ്ടിട്ടിട്ടാണ് കിളച്ചത്. ഇനി അടുത്ത കാട് കാണിക്കാം. ഇനി അടുത്ത ഇതാ. ഇനി ഇങ്ങോട്ട് പോയിട്ട് വേണം ബാക്കി ചെയ്യാം. ഇതും കംപ്ലീറ്റ് ആ സൈഡിലേക്ക് ഒതുക്കണം. ഏതാണ്ട് പറമ്പ് ക്ലിയർ ആയി കൊടുക്കണം, അത്രേ ഉള്ളൂ. പാഴ്സൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഞാൻ വരുവാണെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് വന്നില്ല. വരുമ്പം കാണിക്കാം. ഏതൊക്കെയാണ് ഞാനും കാണാൻ നോക്കിയിരിക്കുക. ചോറൂണ് കഴിഞ്ഞ് ഇനി പണി തുടങ്ങുക. ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇനി ഈ ഏരിയയാണ് കിളയ്ക്കാനുള്ളത്. ഇത് ഇങ്ങോട്ടാണ് എനിക്ക് കിളച്ച് പോകാനുള്ളത്. ഇതാണ് ഭയങ്കര കാടാണ്. ഈ കാടെല്ലാം പറിച്ച് ഇവിടെ ഇതുപോലെ കിളച്ച് ലെവലാക്കണം. കാട് കിടക്കുന്നുണ്ടോ? വണ്ടി ഇവിടെ ഇങ്ങനെ അടുപ്പുണ്ട്. പാഴ്സൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല കേട്ടോ. വരുമായിരുന്നു കാണിക്കാമായിരുന്നു. എന്തായാലും പോയി പണി തുടങ്ങാം. ഇവിടെയും ഭയങ്കര കാടാണ് കേട്ടോ. കാട് തന്നെ ശരണം. ഇതെൻ്റെ പാഴ്സൽ ഇവിടെ വന്ന് കിടപ്പുണ്ടോ? ഇതെങ്ങനെ ഇവിടെ വന്നു?
ഇത് സാധനം വന്നു മോനെ. എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. അൺബോക്സിങ് റിവ്യൂ നീ കാണുന്നത്. ഇതെന്നാന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഇതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാവേ. പറഞ്ഞു തരുന്നില്ല, കാണിച്ചു തരാം. ഒരു ചാത്തൻ കവറിലാണ് വന്നേക്കുന്നത്. എന്നാലും ഇതിൻ്റെ വില പ്രതീക്ഷിച്ചു എത്രയാണ്, എത്രയാണ് വിലയെന്ന് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യും ഈ ടൈമിൽ. ഓക്കെ, ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കാണിക്കാം. ഓക്കെ, അൺബോക്സിങ് റിവ്യൂ നടത്താം. പൊട്ടിക്കാം. ഇതാണ് സാധനം. ഇപ്പോൾ ആർക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി കാണും. ഇത് പുറത്തെടുക്കുമ്പോൾ പറയാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇനി കവറിനകത്ത് വേറെ ഒന്നുമില്ല, കവർ കളഞ്ഞേക്കാം. അപ്പോൾ അതൊക്കെ തുറന്നു നോക്കട്ടെ. ഒന്നുമില്ലേ? ശശിയാക്കിയോ? ശശിയാക്കി സർപ്രൈസ് തരുവാണോ ആമസോൺ? അതൊക്കെ ഒന്ന് പൊളിച്ചു നോട്ടെ. ഇതിനകത്ത് എന്നാ? ഓ, സ്ട്രാഫ് അട്ടി. ഇതാ മോനെ സാധനം. നല്ല സാധനം, ആറ്റം. ഒച്ച കേൾക്കണ്ട, ഇത് കിലി കിലി കിലാതെ കേൾക്കുന്നു. അടിപൊളി വാച്ച്. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ സാധനം കേട്ടോ. ഇത് കണ്ട പോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് സ്റ്റാഫിൻ്റെ. ഇതിൻ്റെ വില 14,000 രൂപ. 4,440 എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന് വെറും 440 രൂപ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. സ്റ്റാഫിൻ്റെ കളർ ഇളകും. 440 രൂപയുണ്ട്. 390 രൂപ കണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ചാർജ് എല്ലാം കൂട്ടി ഇത്രയും പൈസയായി. അടിപൊളി സൂപ്പർ സാധനം. അയ്യകട നല്ല പ്രൗഢിയുണ്ട്. 15,000 രൂപയുടെ സാധനം പോലെ. 15,000 അല്ല, നല്ല വിലയുടെ സാധനം പോലെ ആയിരിക്കും. എന്നാണ് സൂപ്പർ സാധനം. ഇതിൻ്റെ ഒരു കണ്ണി ഇളക്കേണ്ടി വരും. ഇത് കറക്റ്റല്ല, കുറച്ച് ലൂസുണ്ട്. അതിന് എന്നാലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമയം 2:45 കാണിക്കുന്നത്. പക്ഷേ സമയം തെറ്റാ. 2:45 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. 2 ആയതേ ഉള്ളൂ. 2 ആയപ്പോഴോ ചോറിനാൻ കയറി. ഇപ്പം 2:15 ആയതേ ഉള്ളൂ. ഇത്രയും പിടിച്ച് തിരിച്ചാൽ സമയം കറക്റ്റാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും 450 ചാനൽ ഓടുന്നുണ്ട് കേട്ടോ സാധനം. കാണാൻ നല്ല സെറ്റപ്പാണ്. ഓക്കെ, ഇതെന്തായാലും കയ്യിൽ ഇട്ടുകൊണ്ട് പോകാം. ഒരു ദിവസം ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് അങ്ങനെ ഇന്ന് വന്ന ഐറ്റം. കവറല്ല എവിടെ കളഞ്ഞ, കവറൊന്നും ഇനി വേണ്ട. 50 രൂപയ്ക്ക് ഈ സാധനം സൂപ്പറാട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി വാച്ച്. എന്തായാലും പണിയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് കയറാം. ബാക്കി പിന്നെ കാണിക്കാം. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത്ര ഭാഗം തീർത്തു. അങ്ങനെ ഈ ഭാഗം ഏകദേശം തീരുമാനമാക്കി. താഴെല്ലാം ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് പറ. ഏതായാലും മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പണിയെടുക്കാൻ ഒരു ചൂട് കൂടുതലാണേലും പണിയെടുക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. എത്ര മാസമായി ചെളിക്കാത്ത എടുത്ത് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴതൊരു അതിനൊരാശ്വാസമാണ്. തെച്ചിൽ ചൂട് സഹിക്കണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ എന്തേലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓട്ടം വിളിക്കുന്നത്. ഇതിപ്പോൾ തീർക്കാതെ പോകാനും പറ്റത്തില്ല. ഈ സൈഡിൽ കുറച്ച് ഭാഗം തീർക്കാനുണ്ട്, എന്നാലേ ഈ കയ്യാൽ ഭാഗം തീർത്തും. ഇവിടുത്തെ ചപ്പ ഇവിടെ ഒരു ആഞ്ഞിലുണ്ട്, ആഞ്ഞിലിയുടെ മൂട്ടിലേക്ക് കയറ്റി വിടാം. എന്നാന്ന് വെച്ചാൽ ഇതിവിടെ വലിച്ചോണ്ട് പോക്ക് വലിയ പാടാ. അപ്പൊ ആഞ്ഞിലിയുടെ ചുവട്ടിലൊന്നും നടുവല്ലോ. ഈ സൈഡൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ ഇവിടെ കിളച്ച് മുകളിലേക്ക് കയറാം. അതല്ല നല്ലത്. ഇവിടെ കുറച്ച് കാട് കിടക്കുന്നുണ്ടോ, ഇതെല്ലാം പറിച്ച് ഇവിടെ ഒരു ആഞ്ഞിലുണ്ട്, ആഞ്ഞിലിയുടെ മുകളിലേക്ക് ഇടാം. പുതിയ വാച്ച് മേടിച്ച് ഇട്ടു കേട്ടോ. അപ്പൊ വാച്ചിട്ടാണ്ടാ പണി.
വാച്ച് ഞാൻ ഡെയിലി വാച്ച് യൂസ് ചെയ്തൊന്നുമില്ല, എനിക്കിഷ്ടമില്ല. എവിടെയൊക്കെ പോകുമ്പോൾ ഇട്ട് പോകുന്നുണ്ടാവേ. സൺഡേ പോകുമ്പോൾ വാച്ച് ഇട്ടുണ്ടോ ഭയങ്കര വേർക്കും, കാരണം വാച്ച് ഇടാറില്ല. ഈ വാച്ച് ഇതുവരെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് ആമസോണിൽ ഓഫർ വന്നാ കേട്ടോ. അങ്ങനെ എനിക്ക് 440 രൂപയ്ക്ക് കിട്ടിയതാ. ഇതിന്റെ യഥാർത്ഥ പ്രൈസ് 1900 രൂപ, 2000 അടുത്തുണ്ട്. പെട്ടെന്നൊരു ഓഫർ കണ്ടപ്പോ ഞാൻ അത് ഓർഡർ ചെയ്താ. ആമസോണിലൊക്കെ ആകുമ്പോ ഇങ്ങനെ ഓഫർ വരുമല്ലോ. എനിക്ക് 440 രൂപയ്ക്ക് 397 രൂപ അതിന്റെ യഥാർത്ഥ വില, ഓഫർ വില. 4 മണി ഇപ്പൊ ടീ ടൈമാ. ടീ ടൈമൊക്കെ പക്ഷെ ടീ ഇല്ലാത്ത ടൈമാ. 4 മണിയായപ്പം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയ. റെസ്റ്റൊന്നുമില്ല, ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച്, ടീ ആണെന്ന് ഓർത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് സ്ട്രോങ് ആയിട്ട് തുടങ്ങാം. ഇനി അടുത്ത ഏറി ഇതാ. ഇങ്ങോട്ട് ചെല്ലും തോറും ഏറി കുറവാട്ടോ. വി ഷേപ്പിലോ സ്ഥലം വരുന്നത്. താഴെയൊക്കെ നല്ല നീളമുണ്ട്, നീളമൊന്നും നീളമില്ല. ഏതായാലും അതോടെ ചെയ്യണം. രാവിലെ വന്ന് ഏറിയ കംപ്ലീറ്റ് തെളിച്ചു. ഇനി മൊത്തം കിളച്ചു പോയാൽ മാത്രം മതി, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഈ താഴെ ഒരു പനയുണ്ട്, ആ പനയും കൂടെ കാണുന്നൊരു പനയുണ്ട്. ആ പനയും കൂടെ മറിച്ച് കഴിഞ്ഞാൽ ഇനി കംപ്ലീറ്റ് കിളച്ചാൽ മതി. ഇതാണ് സംഭവം. അമ്മാതിരി കാടല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്നലെയൊക്കെ തീർന്നു, ഇന്നലെയും കൊണ്ടൊക്കെ തീർന്നാണ് ഏകദേശം. ഈ കാടെല്ലാം കൂടെ പറിച്ച് വന്നപ്പോഴത്തേക്ക് ഇത്രയും ടൈമായി. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു 2 മണിക്കൂർ ഒന്ന് കാട് പറിയായിരുന്നു. മൊത്തം തെളിച്ചിട്ട് ഇനി കിളച്ച് പോയാൽ മതി. ഇനി വേറെ ഒന്നും ചെയ്യാൻ കംപ്ലീറ്റ് ലെവലായി. ഇനി ഈ പനയൊന്ന് മാറ്റി, ഈ കമ്പെല്ലാം അവിടെ ഒന്ന് മാറ്റി ബാക്കി ചെയ്യാം. ഇവിടെ ഇപ്പം താഴത്തെ ഈ ഭാഗം എല്ലാം തീർത്ത്, ഇനി കുറച്ച് ഏറിയുടെ ഉണ്ട്. അതോടെ തീർന്നാൽ ഇവിടുത്തെ പരിപാടി തീരുക. ഇടപാർന്നു കിളി പറക്കുന്ന വഴിയായിരുന്നു. അടിപൊളി. താഴെയൊക്കെ ഉണ്ടാവും കംപ്ലീറ്റ് പരിപാടി തീർന്നു. അവിടെ നല്ല കാട് പിടിച്ച് വനം പോലെ കിടന്ന സ്ഥലമാണ്. ഇപ്പം ക്ലിയർ ആയി കേട്ടോ. എന്നാണേലും പണത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. നേരത്തെ ഇവിടെ ഒന്നും അപ്പുറം കാണത്തില്ലായിരുന്നു. എന്തായാലും തീർത്തു. ഈ തെങ്ങിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഇത്രയും ഭാഗവും പിന്നെ ഇതാ ഇവിടെയും കൂടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞ പരിപാടി തീരും. ഒരു ടവർ നിൽക്കുന്നുണ്ടോ? അത് എയർടെലിൻ്റെ ടവറായി. തെങ്ങിൻ്റെ പൊക്കമുണ്ട്. അത് താഴത്തെ കുഴിയിൽ നിൽക്കുന്നത്. ഇറങ്ങിപ്പോകാനുള്ള വഴി അതാ കേട്ടോ. മതിയായ കുത്തിറക്കോ. വണ്ടി ഒരൊറ്റ പോക്ക്. ഒരു പ്രാവശ്യം ഇറക്കി, കഴിഞ്ഞ ദിവസം ഇറക്കിക്കൊണ്ട് പോയത്. ഇവിടുന്നൊരു പോക്ക് തൊട്ട് താഴെ പോയിരുന്നു. എന്തായാലും ബാക്കിയായിട്ട് ചെയ്ത് തീർക്കട്ടെ. തെങ്ങയിലൊക്കെ തേങ്ങയൊന്നുമില്ല. ഇവിടുത്തെ പണി ഏകദേശം തീരാറായിട്ടോ. തീർന്നു എന്ന് വേണം പറയാം. ഇനി ഒരു ഇച്ചിരി വഴിയുടെ മാത്രമേ ഇളക്കാവുള്ളൂ. ഇനി അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ്. വഴിയൊന്നുമില്ല, മണ്ണ് വെറുതെ ഇടിച്ചിട്ടിട്ട് കയറി പോന്നാ. ഇനി ഒരു കുറച്ച് ഭാഗം ഉള്ളൂ. ഇത് ഇത്ര നാളെ തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോ ഈ വഴിയുടെ കിളച്ച് തീരുവാ. ഞാൻ പിന്നെ കിളക്കുന്ന എപ്പോഴും കാണിക്കാതെ എന്നും ഇത് തന്നെയല്ലേ കാണുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാറില്ല. പിന്നെ ഈ ഏരിയയിലെ സകല മരങ്ങളും കളഞ്ഞു കേട്ടോ. ചെറിയ ചെറിയ കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഞ്ഞിലി, അതുപോലെ ചെറിയ ചെറിയ കുറച്ച് കുഞ്ഞു മരങ്ങളൊക്കെ കംപ്ലീറ്റ് കളഞ്ഞു. പന അതെല്ലാം കളഞ്ഞ് പറമ്പ് ഏകദേശം ക്ലിയർ ആക്കി. ഇതിപ്പം വലിയ താത്തി കിളക്കേണ്ട ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇവിടെ വാഴ നടാനോ, വാഴ ആയതുകൊണ്ട് അങ്ങനെ വലിയ പ്രോബ്ലം ഇല്ല. ഇവിടുത്തെ
മെയിൻ തന്നെ അവിടുത്തെ കാടൊന്നും പറിച്ച് കളയാതെ മാത്രമേ ഉള്ളൂ. കാട് പറിച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു വിടും, അത്രേ ഉള്ളൂ. ഇറങ്ങിപ്പോളെ വഴിയൊന്നും കാണത്ത പോലുമില്ല, അതുപോലെ ചെയ്യുക. ഇവിടെ ആണെ കയറി വന്നപ്പം ഭയങ്കര ചെരിവുള്ള സ്ഥലമാണെന്ന് ഞാൻ ഓർത്തത്. അതുപോലെ കാടായിരുന്നു. കാട് നിൽക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. കാടെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കെട്ടുകെട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. എല്ലാം ലവല, വലിയ ചെരിവൊന്നുമില്ല. ചെരിവും കുഴികളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാട് കിടന്നുകൊണ്ടൊന്നും മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി. ഇപ്പൊ ഫ്രണ്ട് ബക്കറ്റ് താഴെ മുട്ടിയിട്ടില്ല. സ്ലിപ്പായിപ്പോയ വണ്ടി അങ്ങ് താഴെ ചെല്ലും. ഞാൻ പതുക്കെ ഓടിച്ച് താഴെട്ടിറങ്ങാം. ഓടിച്ച് താഴെട്ടിറങ്ങുമ്പോൾ കുഴപ്പം ചെന്ന് നിന്നില്ലെങ്കിൽ പിന്നെയും വലിയ കയറി വണ്ടി വരും. കിളക്കാൻ എത്തണ്ടേ? മാതിരി കുഴിയാ. പിന്നെ ഗുണമെന്നാ വെച്ചാൽ മണ്ണായതിൻ്റെ എവിടെ പോയാലും അവിടെ നിൽക്കും. മണ്ണായതുകൊണ്ട് എവിടെ പോകാനാ? അങ്ങനെ ഒരു ഉറപ്പുണ്ട്. അപ്പോ ഇവിടോ സ്റ്റിക്കൊക്കെ തെങ്ങിന്റെ മണ്ടല്ലോ. അമ്മാതിരി ശരിയായിരിക്കണം. പതുക്കെ താടണേ. അങ്ങനെ ഒരു വിധത്തിൽ ഭൂമിയിൽ എത്തിയെന്ന് വേണേൽ പറയാം. ഭൂമിയിൽ എത്താറായി. ഒരു 2 അടി കൂടെ മാറി കഴിഞ്ഞാൽ ഭൂമിയിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.